അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 250 ml കപ്പിന് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കപ്പ് അളവാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് അളവ് കപ്പില്ല എന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ അളവിൽ 2.5 ഗ്ലാസ് വെള്ളം എടുക്കുക. ബാക്കിയെല്ലാം ഗ്ലാസിന്റെ അളവിൽ തന്നെ അളന്നെടുക്കുക. 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് മതി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും ചേർക്കാം. എണ്ണയ്ക്ക് പകരമായിട്ട് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ആ വെള്ളം തിളച്ച് വന്നു. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിന്റെ കൂടെ തന്നെ 1/2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുക. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം. റവ വെള്ളം വലിച്ചെടുക്കും. ഇപ്പൊ കണ്ടില്ലേ, റവ വെള്ളമൊക്കെ വലിച്ചെടുത്ത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരണം. ഈ ഒരു സമയം നമുക്ക് ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ദാ മാവ് നമ്മൾ റെഡിയാക്കി എടുത്തത് ഒരു പ്ലേറ്റിലേക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ചെറിയൊരു ചൂടുണ്ട്, കുഴപ്പമില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ്. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പത്തിനൊക്കെ ചേർക്കുന്ന അപ്പക്കാരോടെ. ഇത് ഒരുപാട് ചേർക്കരുത്, ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി. ഈ പലഹാരം നല്ല സോഫ്റ്റായി കിട്ടുന്നതിനും ഉള്ളൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വീർത്ത് വരുന്നതിനും വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് തരിതരിയായിട്ടുള്ള 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് തരിതരിയായിട്ടുള്ള 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് പഞ്ചസാര പൊടിച്ച് ചേർക്കുമ്പോൾ കുറച്ച് മധുരം മതിയെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്താൽ മതിയാകും. നമ്മൾ മാവ് വെള്ളത്തിൽ നമ്മൾ വെച്ച സമയത്ത് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പം കുറച്ച് മധുരം മതി എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ച് എടുക്കാം. നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം. അപ്പൊ മാവ് 2-3 മിനിറ്റ് കുഴച്ചുരുട്ടി സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം നമുക്ക് ഒന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, മാവൊന്ന് സെറ്റായി കിട്ടണം. ഇപ്പം നമ്മൾ മാവ് ഉരുട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് മാവ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് ഉരുട്ടാൻ വേണ്ടിയിട്ട് മാവ് എടുക്കില്ലേ, അതുപോലെ അത്രയും മാവ് എടുക്കുക. അപ്പോൾ ഇതുപോലെ വലിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. നമ്മൾ ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്ത മാവ് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഓരോന്നായിട്ട് നമ്മൾ പരത്തിയെടുത്ത മാവ് ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു വശം ഒന്ന് മൊരിഞ്ഞ് ഗോൾഡൻ നിറാവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. 2 വശവും ഇതുപോലെ മൊരിഞ്ഞ് ഒരു ഗോൾഡൻ നിറാവണം. അപ്പോൾ 2 വശവും മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ നിറായിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് എണ്ണയൊന്നും കുടിക്കാത്ത നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് വെറുതെ കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും ചായ പലഹാരമായിട്ടും വെറുതെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്